നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാറിൽ ബൈക്കിടിച്ച് SFI ചേർപ്പ് ഏരിയ കമ്മിറ്റി അംഗം മരണപ്പെട്ടു. തൃപ്രയാറിൽ യുവാവിനെയും കൂട്ടുകാരെയും ആക്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്ര ധനസഹായം അനുവദിപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഓളപ്പരപ്പിൽ ആവേശം തീർത്ത് കണ്ടശങ്കടവ് ജലോത്സവം. വാർത്തകൾ വിശദമായി. കാറിൽ ബൈക്കിടിച്ച് SFI ചേർപ്പ് ഏരിയ കമ്മിറ്റി അംഗം മരണപ്പെട്ടു. ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന കിഴപ്പുള്ളിക്കര തിരുത്തേക്കാട് സ്വദേശി എടയാടി വീട്ടിൽ മുഹമ്മദ് അഷ്റഫിന്റെയും റഫിയത്തിന്റെയും മകൻ 21 വയസ്സുള്ള മുഹമ്മദ് റൌഫാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന കിഴപ്പുള്ളിക്കര തിരുത്തേക്കാട് സ്വദേശി എടക്കുന്നി വീട്ടിൽ നിവേദ് രവി ഗുരുതരമായി പരിക്കേറ്റു. നിവേദ് കുറുക്കൻശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ പകൽ 5 മണിയോടെ ആലപ്പാട് പുത്തൻതോട് പാലത്തിന് കിഴക്ക് ഭാഗത്താണ് അപകടമുണ്ടായത്. മുഹമ്മദ് റൌഫും നിവേദും പള്ളിപ്പുറത്തേക്ക് പോകവേ എതിരെ വന്ന ഇന്നോവ കാറിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും ബൈക്കിൽ നിന്ന് തെറിച്ചുപോയി. ബൈക്ക് പാടെ തകർന്നു. കാറിന് കേടുപാടുകൾ സംഭവിച്ചു. ഇരുവരെയും നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും റൌഫ് മരണപ്പെടുകയായിരുന്നു. അസീസ്, അൽതാഫ് എന്നിവരാണ് റൌഫിന്റെ സഹോദരങ്ങൾ. തൃപ്രയാറിൽ യുവാവിനെയും കൂട്ടുകാരെയും ആക്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞ് യുവാവിനെയും കൂട്ടുകാരെയും വിളിച്ചു വരുത്തി ആക്രമിച്ച സംഭവത്തിൽ 2 പ്രതികളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തളിക്കുളം കൈതക്കൽ കുന്നത്തുപള്ളിക്ക് സമീപം അമ്പലത്ത് വീട്ടിൽ മുഹമ്മദ് അദ്നാൻ എന്നയാളും സുഹൃത്തുക്കളും പഴുവിൽ കുറുമ്പിലാവ് സ്വദേശി പണിക്ക് വീട്ടിൽ റൈഹാൻ എന്ന ആളുമായി മുൻപുണ്ടായിരുന്ന പ്രശ്നം പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞു അദ്നാനെയും സുഹൃത്തുക്കളെയും വെള്ളിയാഴ്ച 7:45 തൃപ്പയാറുള്ള VB മാളിനടുത്തേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് അദ്നാനെയും സുഹൃത്തുക്കളെയും ആക്രമിച്ച സംഭവത്തിൽ നാട്ടിക ബീച്ച് വാക്കർ ഹൗസ് ആദിൽ ഹുസൈൻ, പഴുവിൽ റൈഹാൻ പണിക്ക് വീട്ടിൽ ഹൗസ് എന്നിവരെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വലപ്പാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ, സബ് ഇൻസ്പെക്ടർ എബിൻ സിയൻ, ASI സജയൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണു, ആനന്ദ്, വിവേക്, ശ്യാം, സിയാദ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്ര ധനസഹായം അനുവദിപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഓരോ സംഘത്തിനും 3 ലക്ഷം രൂപ വീതമാണ് ധനസഹായം അനുവദിച്ചത്. പുലിക്കളിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തവണ പുലിക്കളിക്ക് കേന്ദ്രത്തിൽ നിന്നും ധനസഹായം ലഭിക്കുന്നത്. ടൂറിസം മന്ത്രാലയത്തിന്റെ DPPH സ്കീമിൽ ഉൾപ്പെടുത്തി ഓരോ സംഘങ്ങൾക്കും 3 ലക്ഷം രൂപ വീതമാണ് അനുവദിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചു. പ്രശസ്തമായ തൃശൂർ പുലിക്കളി സംഘങ്ങൾക്ക് തന്റെ വക ഓണം സമ്മാനമാണിതെന്ന് സുരേഷ് ഗോപി കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ പുലിക്കളി സംഘങ്ങൾക്ക് 1 ലക്ഷം രൂപ വീതം സംഭാവന ചെയ്യുമെന്നും അദ്ദേഹം കുറിപ്പിലൂടെ വ്യക്തമാക്കി. ഓളപ്പരപ്പിൽ ആവേശം തീർത്ത് കണ്ടശങ്കടവ് ജലോത്സവം. കനോലി കനാലിന്റെ ഓളപ്പരപ്പുകളിൽ തുഴയെറിഞ്ഞ് കൈപ്പിടിയിൽ ഒതുക്കുന്ന ജലരാജാക്കന്മാരുടെ വള്ളംകളി മത്സരമായ കണ്ടശങ്കടവ് ജലോത്സവം ഇത്തവണയും ആവേശോജ്വലമായി. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി ചീഫ് മിനിസ്റ്റേഴ്സ് എവർ റോളിംഗ് ട്രോഫിക്കായി നടന്ന കണ്ടശങ്കടവ് ജലോത്സവത്തിൽ ജലരാജാക്കന്മാരെ എടത്വ ടൗൺ ബോട്ട് ക്ലബിന്റെ ചുണ്ടൻ വെള്ളം വിഭാഗത്തിൽ ജവഹർ തായങ്കരി 1ാം സ്ഥാനവും സൗത്ത് പറവൂർ വെല്ലൂർ ബോട്ട് ക്ലബിന്റെ ആലപ്പാട് ചുണ്ടൻ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ചുരുളൻ B ഗ്രേഡ് വള്ളംകളി വിഭാഗത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി കണ്ടശങ്കടവ്. കരിങ്കോടി KDBCയുടെ പമ്പാവാസൻ ടീം 2ാം സ്ഥാനം, GB തട്ടകൻ 3ാം സ്ഥാനം, വടക്കുംപുറം എന്നീ ക്ലബ്ബുകളും A ഗ്രേഡ് ചുരുളം വള്ളംകളി വിഭാഗത്തിൽ 1ാം സ്ഥാനം നടുവിൽ സംഘം ബോട്ട് ക്ലബിന്റെ താണിയൻ, 2ാം സ്ഥാനം ഗരുഡൻ, 3ാം സ്ഥാനം സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 എന്നീ ക്ലബ്ബുകളും തുഴഞ്ഞെടുത്തു. ജലോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. സമാപന സമ്മേളനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം നിർവഹിച്ച് വിജയിച്ച ടീമുകൾക്കുള്ള ട്രോഫിയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. വള്ളംകളി കലണ്ടറിൽ ഉൾപ്പെട്ടിട്ടുള്ള ചരിത്രപ്രസിദ്ധമായ വള്ളംകളികളിൽ ഒന്നായ കണ്ടശങ്കടവ് ജലോത്സവം പ്രസിദ്ധികളാൽ മുടക്കം വരാതെ ആവേശത്തോടെ സംഘടിപ്പിക്കാൻ പിന്നിൽ പ്രവർത്തിച്ച ജില്ലാ ഭരണകൂടത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും ഗ്രാമപഞ്ചായത്തിനും ജില്ലാ കളക്ടർ നന്ദി അറിയിച്ചു. കണ്ടശങ്കടവ് ജലോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നീന്തൽ മത്സരം, പൂക്കൾ മത്സരം, ഘോഷയാത്ര എന്നിവയിൽ മികച്ച പഠനം കാഴ്ചവെച്ചതിനുള്ള സമ്മാനവും കളക്ടർ വിതരണം ചെയ്തു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ,
തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അബ്ദുൾ റഹ്മാൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ PN സുർജിത്ത്, AV വല്ലഭൻ, ഷീല ജയഘോഷ്, ലിനി ടീച്ചർ, KS ജയ, ബെന്നി ആന്റണി, ഉദ്യോഗസ്ഥർ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. മുസ്രിസ് പൈതൃക പദ്ധതിയുടെയും മതിലകം ഗ്രാമപഞ്ചായത്തിന്റെയും പൈതൃകം കലാകായിക സാംസ്കാരിക കൂട്ടായ്മയുടെയും ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മതിലകം ബംഗ്ലാവുകളിൽ നടന്ന ഓണാഘോഷം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. മുസരീസ് AD ഷാരോൺ വീട്ടിൽ മുഖ്യാതിഥിയായിരുന്നു. മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർ NK സുരേഷ്, ക്ലബ് കൺവീനർ അനിൽകുമാർ, പ്രസിഡന്റ് സുബിൻ കുമാർ, സെക്രട്ടറി ഷമീർ എന്നിവർ ആശംസകൾ സംസാരിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെ നാടൻ മത്സരങ്ങൾ നടന്നു. പഞ്ചായത്ത് അംഗം OA ജനറൽ സമ്മാനദാനം നിർവഹിച്ചു. പ്രകാശനം ക്ലബ് ഓണാഘോഷത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 14 രാവിലെ 11 മണിക്ക് മൂന്നാമത് പൈതൃകം ജലോത്സവത്തോടുകൂടി ഓണാഘോഷത്തിന്റെ പരിസമാപ്തി ആഘോഷിക്കുന്നു. ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽസ് എല്ലാം പ്രയോജനപ്പെടുത്തി. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഓടൊക്കെ അവസാനം ആലപ്പുഴയിൽ നിന്ന് പ്രത്യേകമായി നമുക്ക് കൊണ്ടുവരേണ്ടി വന്നു. വളരെ കഷ്ടപ്പെട്ടാണ് ഇത്തരം ഒരു അന്നത്തെ ഉണ്ടായിരുന്നത് വീണ്ടും പുനർനിർമ്മാണ പ്രക്രിയ പൂർത്തീകരിച്ചു. ഇനി നമുക്ക് കുട്ടികൾക്കും അതുപോലെ ഒരു ചരിത്രത്തിൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ള ഒരു കേന്ദ്രമായി ഇത് വളർന്ന് വരാനുള്ള എല്ലാ പരിപാടികളും മുസ്ലിസ് ഇപ്പോൾ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനത്തിലാണ്. ഇപ്പോൾ അവരതിനെ സംബന്ധിച്ച് കുറേ കാര്യങ്ങളുണ്ടെങ്കിലും മുസ്ലിസ് MD ചിലപ്പോൾ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കും. നമുക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചിലപ്പതികാരം രചിച്ച ചിലപ്പതികാരം ഇളങ്കോടികൾ രചിച്ച പ്രദേശം നമ്മുടെ ഈ മതിലകത്താണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മാത്രമല്ല നമ്മുടെ കേരളത്തിലെ റവന്യൂ മന്ത്രി ഒക്കെ ആയിരുന്ന നമ്മുടെ KR ഗൗരിയമ്മ ഇവിടെ വന്ന് താമസിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന കേന്ദ്രമാണ്. പുതിയതും പഴയതുമായ ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന സ്ഥലമാണ്. നമുക്ക് ചരിത്രത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ പുതിയ തലമുറയ്ക്ക് നാം എങ്ങനെയാണ് ഇപ്പോഴുള്ള പുതിയ സ്ഥിതിയിലേക്ക് വളർന്നു വന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നിവിടെ നടക്കുന്ന ഓണക്കളി മത്സരമായി മാത്രം കാണേണ്ടതില്ല, മറിച്ച് മുസ്ലിസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൂടി ഈ അവസരം. തൃശൂർ PG പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ മാനേജരെയും ഉടമയുടെയും മകനെയും മർദ്ദിച്ചതിന് പിന്നാലെ പണം വാങ്ങി പോലീസ് കേസൊതുക്കിയതായി പരാതി. 5 ലക്ഷം രൂപയാണ് പരാതിക്കാരനിൽ നിന്ന് വാങ്ങിയത്. SI ആവശ്യപ്പെട്ടത് പ്രകാരം പരാതിക്കാരൻ ദിനേശിന് പണം നൽകിയതായി ഹോട്ടൽ ഉടമ ഔസഫ് പറഞ്ഞു. ഹോട്ടൽ ഉടമ KP ഔസഫ്, മകൻ പോൾ ജോസഫ്, ഹോട്ടൽ ജീവനക്കാർ എന്നിവരെ PG പോലീസ് സ്റ്റേഷനിൽ വെച്ച് SI PM രതീഷ് മർദ്ദിച്ചിരുന്നു. പരാതിക്കാരനായ ദിനേശിനെ ഉപയോഗിച്ചാണ് SI പണം വാങ്ങിയത്. ഹോട്ടൽ ഉടമ ഔസഫ് നൽകുന്ന പണത്തിൽ 3 ലക്ഷം രൂപ പോലീസുകാർക്കുള്ളതാണെന്ന് SI രതീഷ് പറഞ്ഞിരുന്നത്. ദിനേശ് ഔസഫിന്റെ വീട്ടിലെത്തി പണം വാങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പണം നൽകിയ ശേഷമാണ് മകനെയും ഹോട്ടലിലെ മറ്റു 3 ജീവനക്കാരെയും കേസ് രജിസ്റ്റർ ചെയ്യാതെ 15 മിനിറ്റിനുള്ളിൽ FIR പോലുമില്ലാതെ പുറത്തേക്ക് വിടുന്നത്. സംഭവത്തിലെ ദൃശ്യങ്ങൾ 13 മാസത്തിന് ശ്രമത്തിനൊടുവിൽ 2024 ഓഗസ്റ്റ് 14 കിട്ടിയത്. ഔസഫ് നൽകിയ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിലാണ് CCTV ദൃശ്യങ്ങൾ കിട്ടിയത്. ഇതേസമയം SI തനിക്ക് പണം നൽകിയിട്ടില്ലെന്ന് പരാതിക്കാരനായ ദിനേശ് പറഞ്ഞു. ദിനേശിനെ ഹോട്ടൽ ഉടമയും ജീവനക്കാരും തടഞ്ഞു വയ്ക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു. PG പോലീസ് സ്റ്റേഷനിൽ നടന്ന കസ്റ്റഡി മർദ്ദനത്തിൽ മാനേജർക്കും ജീവനക്കാരുമാണ് മർദ്ദനമേറ്റതെന്നും തന്റെ മകനും മർദ്ദനമേറ്റിട്ടില്ലെന്നും ഹോട്ടൽ ഉടമ ഔസഫ് പറഞ്ഞു. തന്റെ ഹോട്ടലിന്റെ ജീവനക്കാർ പരാതിക്കാരനെ മർദ്ദിച്ചുവെന്ന പ്രചരണം വാസ്തവമല്ലെന്നും ഔസഫ് പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ മാനേജർക്കും ജീവനക്കാരനുമാണ് മർദ്ദനമേറ്റത്. മകനെയും ഹോട്ടൽ ഷെഫിനെയും ലോക്കപ്പിലാക്കി പോക്സോ ഉൾപ്പെടെ ഗൗരവമുള്ള വകുപ്പ് ചേർത്ത് റിമാൻഡ് ചെയ്യിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു SI രതീഷ് ചെയ്തത്. കേസെടുക്കാതിരിക്കണമെങ്കിൽ പരാതിക്കാരനുമായി സംസാരിച്ച് ധാരണയിലെത്താൻ പറഞ്ഞുവെന്നും അതിനെ തുടർന്നാണ് 5 ലക്ഷം രൂപ കൊടുക്കാൻ നിർബന്ധിതനായതെന്നും ഔസഫ് പറഞ്ഞു. മുമ്പൊരിക്കൽ തന്റെ ഉടമസ്ഥതയിലുള്ള ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇതേ SIയുടെ സഹോദരി പുത്രിയെ മോഷണത്തിന് പിടികൂടുന്നതിന് പ്രതികാരമാകാം പോലീസിന്റെ വൈരാഗ്യത്തിന്റെ പിന്നിലുള്ളതെന്ന് സംശയിക്കുന്നുണ്ടെന്നും ഹോട്ടൽ ഉടമ പറയുന്നു. പാലിയക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം ടെമ്പോ ട്രാവലറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. ട്രാവലറിലെ യാത്രക്കാരായ 4 പേർക്കും ബസ് ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശ്ശൂരിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മാടവാക്കരയിൽ നിന്ന് ഇഞ്ചക്കുണ്ടിലേക്ക് പോരുന്ന വിവാഹ സംഘം സഞ്ചരിച്ചിരുന്ന ബസ് U-ടേൺ തിരിയുന്നതിനിടെ ട്രാവലറിൽ വന്ന് ഇടിക്കുകയായിരുന്നു. അഹമ്മദാബാദിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോരുന്ന 16 പേരാണ് ട്രാവലറിൽ ഉണ്ടായിരുന്നത്. ബസ് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽ ട്രാവലറിൽ മുൻവശം പൂർണ്ണമായും തകർന്നു. പുതുക്കാട് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ചൊവ്വന്നൂരിൽ കാറിടിച്ച് സൈക്കിൾ യാത്രികന് ദാരുണാന്ത്യം. ചൊവ്വന്നൂർ സ്വദേശി ജയറാമാണ് മരിച്ചത്.
കുന്നംകുളം വടക്കാഞ്ചേരിയിലെ സംസ്ഥാന പാതയിൽ അറേബ്യൻ പാലസിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം. വരന്തരപ്പിള്ളി വള്ളിക്കുന്നിൽ വീട് കയറി ആക്രമണം നടത്തിയ കേസിൽ 3 പേർ പിടിയിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കല്ലൂർ ആദൂർ സ്വദേശി വലിയക്കാട്ടിൽ വീട്ടിൽ പ്രദീപ്, വരന്തരപ്പിള്ളി കരയാപ്പാടം മാട്ടിൽ സ്വദേശി പാലത്തിങ്കൽ വീട്ടിൽ പ്രിൻസ്, കരയാപ്പാടം അമ്മുക്കുളം സ്വദേശി കിടുക്കൻ വീട്ടിൽ ലിനിൽ എന്നിവരെയാണ് വരന്തരപ്പിള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. പള്ളിക്കുന്ന് സ്വദേശി പെട്ടിയാൻ വീട്ടിൽ ഷൈജുവിന്റെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിലാണ് പ്രതികൾ പിടിയിലായത്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വെറ്റിലപ്പാറ റബ്ബർ തോട്ടത്തിൽ കാട്ടാനകൾ വ്യാപകമായി റബ്ബർ മരങ്ങൾ നശിപ്പിച്ചു. 18-ാം ബ്ലോക്കിൽ വഞ്ചിക്കടവിന് സമീപത്താണ് കാട്ടാനക്കൂട്ടം ഇറങ്ങി നാശം വിതയ്ക്കുന്നത്. 3 സംഘങ്ങളായി 15ഓളം ആനകളാണ് പ്രദേശത്ത് ചുറ്റിത്തിരിയുന്നത്. വെള്ളർക്കാട് മണ്ണാങ്കുന്നിൽ ചെമ്പുപാത്രം മോഷ്ടിച്ച മോഷ്ടാവിനെ നാട്ടുകാർ ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പട്ടാമ്പിയിൽ ഞങ്ങാട്ടിരിയിൽ തെക്കേതിൽ മുഹമ്മദ് മുസ്തഫയാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. മണ്ണാൻകുന്ന് പാട്ടൂർ അനിൽകുമാറിന്റെ വീട്ടിൽ നിന്നാണ് ഇയാൾ വലിയ ചെമ്പുപാത്രം മോഷ്ടിച്ചത്. സ്കൂട്ടറിൽ കൊണ്ടുപോകാൻ ശ്രമിക്കവേ നാട്ടുകാരെ വിളിച്ചുകൂട്ടി ഇയാളെ പിടികൂടുകയായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ എരുമപ്പെട്ടി SI VA രാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇയാൾ സ്ഥിരം മോഷ്ടാവാണെന്നാണ് നിഗമനം. കഴിഞ്ഞ ദിവസം വേലൂരിലെ ജ്വല്ലറിൽ നിന്ന് 3 പവന്റെ മാലയെടുത്ത് മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടിരുന്നു. എടമുട്ടം ശ്രീഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം നടന്നു. രാവിലെ വിശേഷാൽ പൂജകൾ, തുടർന്ന് മഹാഗുരു പൂജയും കാവടിയാട്ടവും തകിൽ മേളവും നടന്നു. ഉച്ചയ്ക്ക് ലഘുഭക്ഷണവും ഉണ്ടായിരുന്നു. ക്ഷേത്ര മേൽശാന്തി സന്ദീപ് മുഖ്യ കാർമ്മികനായി. സമാജം പ്രസിഡന്റ് സുനിൽകുമാർ അരയംപറമ്പിൽ, സെക്രട്ടറി സുനിൽകുമാർ അണക്കത്തിൽ, ട്രഷറർ രഞ്ജൻ എരുമത്തുരുത്തി, വൈസ് പ്രസിഡന്റ് ജിതേഷ് കാരയിൽ, ജോയിന്റ് സെക്രട്ടറിമാരായ അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ, പ്രതീഷ് തോട്ടുപുര എന്നിവർ നേതൃത്വം നൽകി. സാഫ് തീരമൈത്രി സംരംഭകരുടെ 50-ലധികം വരുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയ്ക്കും സീ ഫുഡ് ഫെസ്റ്റിനും കഴിമ്പ്രം സ്വപ്നതീരം ബീച്ചിൽ തുടക്കമായി. സെപ്റ്റംബർ 6 മുതൽ 9 വരെ നടക്കുന്ന മേള വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് ഉദ്ഘാടനം ചെയ്തു. സുപ്രസിദ്ധ സീരിയൽ സിനിമാ കലാകാരൻ ഷൈജൻ ശ്രീവത്സം ചടങ്ങിൽ പങ്കെടുത്തു. നാവിന് രുചിയേകുന്ന കപ്പയും മീനും, നെയ്മീൻ ഫ്രൈ, മച്ചാൻ ഫ്രൈ, കിളിമീൻ ഫ്രൈ, കൂന്തൽ ഫ്രൈ, ചെമ്മീൻ റോസ്റ്റ് ഫ്രൈ, കലവ ഫ്രൈ, വറ്റ ഫ്രൈ തുടങ്ങിയ ഒട്ടനവധി വിഭവങ്ങൾ മിതമായ വിലയിൽ ലഭ്യമാകുന്നു എന്നത് സീ ഫുഡിന്റെ ഫെസ്റ്റിന്റെ സവിശേഷതയാണ്. കൂടാതെ 500 രൂപയിലധികം വരുന്ന ഓരോ പർച്ചേസിനും സമ്മാന കൂപ്പൺ ലഭിക്കുന്നതാണ്. വിജയിക്ക് 5000 രൂപയുടെ സാഫ് വിഭവങ്ങളുടെ കിറ്റ് സമ്മാനമായി നൽകുന്നതാണ്. സാഫ് നോഡൽ ഓഫീസർ ഡോക്ടർ ശിവപ്രസാദ് PS സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നാട്ടിക മത്സ്യഭവൻ ഓഫീസർ അശ്വിൻ രാജ് നന്ദി രേഖപ്പെടുത്തി. സ്റ്റാഫ് അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ദേവി ചന്ദ്രൻ ചടങ്ങിന് ആശംസകൾ നേർന്നു. സ്വപ്നതീര പ്രദേശത്ത് ഇന്നിവിടെ ആരംഭിക്കുന്നത്, പ്രത്യേകിച്ച് നമുക്കറിയാം ഇതിനു മുൻപ് തന്നെ ഏകദേശം ഇപ്പോൾ ഭരണസമിതി കഴിയാൻ ഏതാനും മാസങ്ങൾ മാത്രമുള്ളൂ. സാഫ് നയിക്കുന്ന പല പരിപാടികൾക്കും വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് സാക്ഷിയാവാൻ നമുക്ക് ഭരണസമിതി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതിയെ കൃത്യമായി അറിയിച്ചുകൊണ്ട് തന്നെ സാഫിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. അവരുടെ ഒരു കൃത്യനിഷ്ഠതയോടുകൂടിയുള്ള അവരുടെ ഒരു പ്രവർത്തനം തന്നെയാണ് പ്രത്യേകിച്ച് നമുക്ക് ഇന്നൊരു ഈ ഓണാഘോഷ വേളയിൽ തന്നെ നമുക്കിവിടെ സീ ഫുഡ് ഫെസ്റ്റ് ഇവിടെ കൈമ്പ്രം പ്രദേശത്ത് നടത്താൻ സാധിച്ചത്. മുത്തുള്ളിയാൽ തോപ്പ് വയൽക്കര ബസ് കാത്തിരിപ്പ് കേന്ദ്രം നാടിന് സമർപ്പിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ മുത്തുള്ളിയാൽ തോപ്പ് വയൽക്കര ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നാട്ടിക MLA CC മുകുന്ദൻ നിർവഹിച്ചു. MLA ആസ്തി വികസന ഫണ്ട് 2024-25 ഉപയോഗിച്ച് പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ വിഭാഗം ചേർപ്പ് സെക്ഷനാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. ജനങ്ങൾ ഏറെ താമസിക്കുന്ന മുത്തുള്ളിയാൽ തോപ്പ് വയൽക്കര മേഖലകളിലെ പ്രദേശവാസികളുടെ നിരന്തര ആവശ്യം പരിഗണിച്ചാണ് MLA ഫണ്ട് അനുവദിച്ചത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം നസീജ മുത്തലിഫ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം സുനിത ജിനു, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ വീണ, CPM ഏരിയ സെക്രട്ടറി AS ദിനകരൻ, ലോക്കൽ സെക്രട്ടറി MB സഹദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാറിൽ ബൈക്കിടിച്ച് SFI ചേർപ്പ് ഏരിയ കമ്മിറ്റി അംഗം മരണപ്പെട്ടു. തൃപ്രയാറിൽ യുവാവിനെയും കൂട്ടുകാരെയും ആക്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്ര ധനസഹായം അനുവദിപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി.
ഓളപ്പരപ്പിൽ ആവേശം തീർത്ത് കണ്ടശങ്കടവ് ജലോത്സവം. ഇതോടെ വാർത്താനേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.